ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ ഔവാഷയുടെ എപ്പിസോഡ് നമ്പർ 4 ആണ്. നാളെ തൊട്ട് ഞാൻ വേണമെങ്കിൽ 2 എപ്പിസോഡ് ഇടാൻ നോക്കാം. പക്ഷേ ടൈമിംഗ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രോപ്പർ ടൈമിംഗ് ഇല്ലാത്ത എനിക്ക് തോന്നിയ സമയത്ത് ഇടുന്നത് കൊണ്ടാണ്. ഓക്കെ, എന്തായാലും ബ്ലാ 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 എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തായിരുന്നു കണ്ടേ? അത് നമ്മളുടെ ഔവാഷി, നമ്മളുടെ ഹീറോ ജപ്പാനിലേക്ക് വന്നു. ടോക്കിയോയിലെ യൂത്ത് ഫ്രണ്ട് ക്ലബിലേക്ക് വന്നു. അവിടെ നമ്മൾ ടക്സിയ ഫുക്കുഡനെ കണ്ടു. ഫസ്റ്റ് ലെവലായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റും 7x7 മാച്ചും കഴിഞ്ഞതിന് ശേഷം 11 പേര് അവർ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു 11 പേര് ചേർന്നിട്ട് ഇനിയിപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ഇയർ യൂത്ത് പിള്ളേരുമായിട്ട് മത്സരം വെച്ചേക്കാണ്. അതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ നമ്മളുടെ ഹീറോയ്ക്കും പിള്ളേർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹീറോയ്ക്കാണെങ്കിൽ വലിയ രീതിയിലൊരു ഇഞ്ചുറി ചെസ്റ്റ് ഭാഗത്ത് കിട്ടിയിട്ടുമുണ്ട്. അതുമാത്രമല്ല, ഇതും പോരാഞ്ഞ് ടക്സിയ ഫുക്കുഡ ഇപ്പോൾ അനൗൺസ് ചെയ്യാണ് അവർ, അതായത് ഫസ്റ്റ് ഇയേഴ്സ് ഇത്രയും നേരം കളിച്ച കളി സ്പോർട്ട് കളിയാണ്, അല്ലാതെ അവർ മുന്നേ പ്ലാൻ ചെയ്ത ഫോർമേഷൻ അല്ല യൂസ് ചെയ്തേക്കുന്നതെന്ന്. ഇനി എന്തായി? ഇനി എന്ത് മായാജലമാണ് ആ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നതെന്ന് നോക്കിയാൽ ഇവിടെ നാക്കൂനൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഇത്രയും ദൂരം വന്നിട്ട് ഇനി ഒരു 5 നിമിഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഇത്ര നാളത്തെ എഫേർട്ട് മുഴുവൻ വേസ്റ്റായി. ഒരാവശ്യമില്ലായിരുന്നു ഇവിടെ വരേണ്ടത്. നമ്മൾ ആരും സെലക്റ്റഡ് ആവത്തില്ല എന്ന് നമ്മളുടെ നാക്കുന പറയാണ്. ഇത് കേട്ട് ഹീറോയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. കാരണം ഇത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇവനെ കണ്ടിട്ടേ ഇല്ല. അതേസമയം ഹീറോയ്ക്ക് വല്ലാണ്ട് നെഞ്ചുവേദന എടുക്കുകയാണ്. അവൻ ആലോചിക്കുകയാണ്, ഷൺ എങ്ങനെ പൈസ കൂട്ടി വെച്ചു, അതുപോലെ തന്നെ അവൻ്റെ അമ്മ അവരെത്ര കഷ്ടപ്പെട്ടു, അവർ ഓരോ നിമിഷവും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അവൻ്റെ അമ്മ അവരാദ്യമായിട്ട് ഷൂ വാങ്ങിച്ചു കൊടുത്ത ദിവസം ഹീറോ നെഞ്ചിൽ കൈ വെച്ച് അമർത്തി പിടിച്ച് ആലോചിക്കുകയാണ്, എനിക്കിവിടെ എഴുന്നേക്കാൻ പോലും വയ്യാന്ന് പറഞ്ഞ്. അതായത് ഹീറോയുടെ അമ്മ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഭയങ്കര വിലയുള്ള ഷൂസാണ്, നീ ഇത് സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ എന്ന്. അപ്പോഴത്തേക്ക് ഹീറോ പറയണ, നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഭാവിയിൽ കളിച്ച് വലിയ പ്ലെയർ ആവും. ആ ഒരു സമയത്ത് എൻ്റെ അമ്മേനെ ഞാൻ ഏറ്റവും വലിയ തട്ടിലിരുത്തും, സൂപ്പർ സൂപ്പർ എലൈറ്റ് മെമ്പറായിട്ട് ഞാൻ മാറും എന്ന് ഹീറോ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടിട്ട് അവൻ്റെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് അവൻ്റെ അമ്മ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ ആലോചിക്കുകയാണ്, എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എന്നെ വെച്ചേക്കുന്ന പ്രതീക്ഷ അതൊരിക്കലും ഞാൻ തകരാൻ അനുവദിക്കില്ല. പക്ഷേ എനിക്കിന്ന് ഇവിടുന്ന് അനങ്ങാൻ പോലും വയ്യെന്ന്. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു അങ്കിള് പറയുന്നുണ്ട്, ഹീറോ കളിക്കുന്നില്ലെന്ന്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റി പറ. ഓക്കെ, അങ്ങനെ നമ്മൾ ടക്സി ആണെങ്കിൽ ഹോപ്പ് പോയ എല്ലാവരെയും നോക്കുകയാണ്. കനേഡ, അതുപോലെ തന്നെ നക്കൂൻ കളിക്കുന്നുണ്ട്, ഹോപ്പ് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നക്കൂൻ്റെ കയ്യിൽ നിന്ന് ബോളും കൊണ്ടിട്ട് ഓപ്പോസിറ്റ് ടീമിലൊരു മെമ്പർ പോകുന്നതോടെ നക്കൂൻ്റെ കംപ്ലീറ്റ് ഹോപ്പ് പോയിട്ട്, എന്താ എപ്പോഴും ഗോൾ അവരുടെ കയ്യിൽ മാത്രം നിൽക്കുന്നത് എന്നും പറഞ്ഞിട്ട് നക്കൂൻ കരയുന്നുണ്ട്. കനേഡയും ഇതേപോലെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അത് കണ്ട് അവർ 2 പേരെയും പേര് ടക്സിയ വെട്ടുകയാണ്. അപ്പോഴാണ് ഹീറോ ആലോചിക്കുന്നത്, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം, അവരുടെ കൂടെ ഫുഡ് കഴിക്കണം, അമ്മ ഉണ്ടാക്കുന്ന ഫുഡ്, അതുപോലെ തന്നെ എനിക്ക് കുളിക്കണം, ഉറങ്ങണം, നെഞ്ച് വേദനിക്കുന്നു എന്ന് ഹീറോ ആലോചിക്കുകയാണ്. ആ ഒരു സമയത്ത് ടച്ച് ചെയ്യാൻ നോക്കാണ്, ചെറുക്കൻ്റെ ഹോപ്പ് പോയോ എന്ന്. ഹീറോ അങ്ങനെ പോകുമ്പോഴാണ് അക്കറ്റ്സ് വന്ന്, നീ എന്താണ് സോംബി പോലെ പോകുന്നേ, ഉഷാറായിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് പോണത്. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക്, ഞാൻ ഇനി കളിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ടക്സിയെ നോക്കുമ്പോൾ ടക്സിയെ പേര് വെട്ടാൻ പോകുന്നു. ഇയാൾ എൻ്റെ പേര് വെട്ടാൻ പോവാണോ, പുറത്തായോ എന്ന രീതിയിൽ ഹീറോ ആലോചിക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, അവൻ വീട്ടിൽ ചെന്ന് ഇത് പറയണത്, ഞാൻ തോറ്റുപോയി, ലാസ്റ്റ് ലെവൽ വരെ പോയി, ഞാൻ തോറ്റുപോയി, ഞാൻ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കുമെന്ന്. അപ്പോൾ അവൻ്റെ അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും? അവൻ്റെ ചേട്ടൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ കൊണ്ട് തന്ന പൈസ പോലും തിരിച്ചു കൊടുക്കാൻ അവന് പറ്റിയില്ല, ആ ഷൂ വാങ്ങിച്ച പൈസ പോലും തിരിച്ചു കൊടുക്കാൻ അവന് പറ്റിയില്ല, ഇതുവരെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ അവന് പറ്റിയില്ല എന്ന് വിചാരിച്ച് നമ്മളുടെ ഹീറോ എന്തിയാണ്, ഭയങ്കര വാശിയേറാണ്. ഹീറോ അവൻ്റെ കണ്ണുകൾ അടയ്ക്കുകയാണ്. ഹീറോ അക്കറ്റ്സുനേക്കാളും വേഗത്തിൽ ഓടുകയാണ്, അക്കറ്റ്സുനേക്കാളും ഹൈറ്റിൽ ചാടുകയാണ്. എന്നിട്ട് അക്കറ്റ്സു അടിക്കുന്ന ഗോൾ മിസ്സാക്കാണ്. ഹീറോ എന്നിട്ട് പറയണം, ഞാനത് ചെയ്തു എന്ന്. അതേസമയം ഇവിടെ ചേട്ടൻ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങളെ യൂത്ത് ഫ്രണ്ട് ക്ലബിലെ സാലറി എത്രയാണെന്നല്ലേ നോക്കുന്നത്? അല്ല അതൊന്നും അല്ല എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും അത് തന്നെയാണെന്ന് ചേട്ടന് മനസ്സിലായി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ഉണ്ട്. അതൊരു എലൈറ്റ് പ്രീമിയം ക്ലബ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പൈസ കിട്ടും. അതിൽ കൂടുതൽ എന്താന്ന് വെച്ചാൽ അവൻ ഹാപ്പി ആയിരിക്കും എന്ന് പറയാണ്. അമ്മ പറയണം, അവന് കിട്ടുമോ? അപ്പം ചേട്ടൻ പറയണ, അവന് കിട്ടിയാലും കിട്ടിയില്ലേലും അവനവൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു, അവന് സങ്കടം തോന്നരുതായിരുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അക്കറ്റ്സിൽ ഓരോ ഗോളും മിസ്സാക്കിയിട്ട്
പറയുന്നത്. ഞാനാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ, അവൻ്റെ എല്ലാ ഗോൾസും ഞാൻ മിസ്സാക്കുന്നുണ്ട്, മിടുക്കൻ എന്ന് സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാണ്. എക്സൈറ്റ്മെൻറ്റ് കണ്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് തന്നെ വരുന്നുണ്ട്. അത് കണ്ട് ഒട്ടോമോ ഇവൻ എന്താ വയ്യേ എന്ന രീതിയിൽ നോക്കുന്നുണ്ടെങ്കിലും ഹീറോ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. 5 മിനിറ്റ് തീ പോർന്ന പോരാട്ടം, ഈ ഗ്രൗണ്ടിൽ ഞാൻ മാജിക്ക് തീർക്കും എന്നും പറഞ്ഞാണ് ഹീറോ നിൽക്കുന്നത്. ഇത് കണ്ട് ഹനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. ഹന കൈയടിക്കാണ്, സൂപ്പർ 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 എന്ന് അവിടെ നിൽക്കുന്ന എല്ലാവരും കൈയടിക്കാണ്. അത്രയ്ക്കും നമ്മളുടെ ഹീറോ അങ്ങനെ വീഴുന്നു പോയതെടുത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നവരാണ് യഥാർത്ഥ ഫീനിക്സ് പക്ഷി എന്ന് പറയുന്നത് പോലെ ടച്ചിയെ നോക്കുകയാണ്, എല്ലാവരും നോക്കുകയാണ്. ഹീറോ വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഹന എത്ര നല്ല ഒരു ആളാണല്ലേ. അത് കണ്ട് ഹീറോ എനർജി ആയിട്ട് ഓടുകയാണ്. ടാച്ചി ഹനയോട് പറയണം, നീ ബോൾ പാസ് ചെയ്യണം, ഞാൻ നിനക്കും പാസ് ചെയ്യാം, കിട്ടിയാൽ ഗോൾ അടിക്കണമെന്ന്. അതേസമയം കനേഡയും ബാക്കി എല്ലാവരും ഹോപ്പ്ലെസ് ആയിട്ടുള്ളത് ടാച്ചി ഹന കാണാണ്. ഹീറോ, നീ അത്രയ്ക്കും വലിയൊരു പ്ലെയർ ഒന്നും അല്ലെങ്കിലും പ്രോ അല്ലെങ്കിലും ഞാൻ നിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റൂന്ന്. ആ ഒരു സമയത്ത് പുറത്തെ ടീം ഒരുത്തൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുനിയുന്നത്. ആ ഒരു സമയത്ത് അവൻ്റെ കയ്യിൽ ഫുട്ബോൾ തട്ടാണ്. കയ്യിൽ ഫുട്ബോൾ തട്ടിയാൽ പെനാൽറ്റി വരും കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ അത് കാരണം നമ്മുടെ അക്കറ്റ്സുവിന് ഭയങ്കര ദേഷ്യം വന്ന അക്കറ്റ്സു അവനെ നോക്കുകയാണ്. എൻ്റെ കയ്യിൽ അറിയാതെ തട്ടിയതാ എന്നും പറഞ്ഞ് അവനിങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ ഒറ്റോമോ ഈ പെനാൽറ്റി അടിക്കണം എന്ന് ആഗ്രഹം പറയാണ്. അടിക്കാൻ ഹീറോയും പറയാണ്, നിനക്ക് ഈ ഒരു എനർജി കളി തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വിസിലടിച്ചാൽ എന്തോ വേറെ ആരുമാണ് ഞാൻ, ചിലപ്പോൾ എനിക്ക് ഫുട്ബോൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ആ ഒരു സമയത്ത് ഇവിടെ നമ്മളുടെ ഹന പറഞ്ഞത് ഹീറോ ആലോചിക്കുകയാണ്. അതായത് ഹന പറഞ്ഞു, എത്ര പേര് കളിക്കാൻ നിന്നാലും നീയും തിങ്ക് ചെയ്യുന്ന വെച്ച് കളി മാറ്റിമറിക്കാൻ പറ്റുമെന്ന്. അത് തന്നെയാണ് നമ്മളുടെ ആരും പറഞ്ഞ ടച്ചിയും. ഇപ്പൊ ഹീറോ ആലോചിക്കുകയാണ്, തിങ്ക് ചെയ്യണം എന്ന്. ആ ഒരു സമയത്ത് ഇവിടെ ഒറ്റോമോ എന്തിയാണ് ഗോൾ അടിക്കാണ്. ആ ഒരു സമയത്ത് ഭയങ്കര ഹൈപ്പിൽ ചാടി അതിനെ ഡിഫെൻഡ് ചെയ്യാണ് ആര്, നമ്മളുടെ അക്കറ്റ്സുവിനെ ഡിഫെൻഡിങ്ങിൽ ബോൾ തെറിച്ചൊരു സ്ഥലത്ത് പോവാണ്. അവിടെ നിന്ന് ഒരുത്തൻ റിസീവ് ചെയ്ത് എന്തിയാണ് അവൻ ഗോൾ അടിക്കാൻ നോക്കുമ്പോൾ നമ്മളുടെ ഹീറോ നൈസായിട്ട് വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബോള് ക്യാച്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ നിന്റെ കഴിയുന്നത് മിസ്സായി എന്ന് അക്കറ്റ്സു ആ ചെറുക്കനോട് ചോദിക്കുമ്പോൾ അക്കറ്റ്സു ആലോചിക്കുകയാണ്, അവനോടല്ല ദേഷ്യപ്പെടേണ്ടത്, ഈ ഹീറോ എങ്ങനെ അവിടെ എത്തി, അതാണ് തെറ്റിയതെന്ന് ആലോചിക്കുകയാണ്. ഞാൻ പ്രോപ്പറായിരുന്നു, വെൽ പ്ലാൻഡ് ആയിരുന്നു ഹീറോ. ഞാൻ അവന് പാസ് ചെയ്യുന്നത് വരെയും എവിടെയായിരുന്നു, ആ ഒറ്റോമോയുടെ അടുത്തായിരുന്നു. പാസ് ചെയ്ത് ഞാൻ കണ്ണടയ്ക്കുന്ന നിമിഷം കൊണ്ട് അവൻ ആരുടെ അടുത്തെത്തി, ഞാൻ ആർക്കാണോ പാസ് ചെയ്തത് അവൻ്റെ അടുത്തെത്തി. അത്രയും വേഗത്തിൽ ചെന്ന് അവൻ ആ ബോൾ റിസീവ് ആക്കി, അത് അവൻ കിക്ക് ചെയ്തു, അവൻ അത് പാസ് ചെയ്തു. അതാണ് അവിടെ നടന്നത്. അതേസമയം ഹീറോയും നക്കുനും ഒരേ ഡയറക്ഷനിലോടാണ്. നക്കുൻ മുന്നേ ഓടാണ്. നക്കുൻ നോക്കുമ്പോൾ ആ ബോൾ നക്കുനെ റിസീവ് ചെയ്യേണ്ടതായിരുന്നു. നക്കുൻ്റെ ആ ഒരു തെറ്റ് കാരണം വേറൊരുത്തരാണ് അത് റിസീവ് ചെയ്യുന്നത്. അവൻ അതും കൊണ്ട് പോവാണ് ഓപ്പോസിറ്റ് ടീമിലെ. അപ്പോഴത്തേക്കും നക്കുൻ അവനെ നോക്കി പറയാണ്, നിന്റെ കയ്യിൽ സമയമുണ്ട്, നീ ഫസ്റ്റ് ഇയർ ആണ്, പക്ഷേ എൻ്റെ കയ്യില്ല എന്നും പറഞ്ഞ് നക്കുൻ ആ ബോൾ റിസീവ് ചെയ്ത് ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്. ഹീറോ അതും കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ അവൻ ആ ബേർഡിൻ്റെ വിഷൻ വരാണ്, ഈ സ്റ്റേഡിയം മുഴുവൻ എൻ്റെ കയ്യിലാണ്, എനിക്കത് മുഴുവൻ കാണാം എന്ന രീതിയിൽ ഹീറോ എന്ത് ചെയ്യാണ്, മുമ്പോട്ട് പോവാണ്. അവൻ്റെ ഓരോ കാലടിയും ഇവിടെ ഓരോ നെഞ്ചെടുപ്പായിട്ട് ടീം മെമ്പേഴ്സിന് തോന്നുകയാണ്. ഹീറോ ആണെങ്കിൽ അത് ടാച്ചുബാനയ്ക്ക് പാസ് ചെയ്യാണ്. എല്ലാ ഡിഫൻഡേഴ്സിനെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു നക്കുൻ്റെ കയ്യിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തത് ഹീറോ. എല്ലാ ഡിഫൻഡേഴ്സും ഹീറോയുടെ അടുത്തായതുകൊണ്ട് തന്നെ ടാച്ചുബാനയ്ക്ക് ഈസി ആയിട്ട് ബോൾ കൊണ്ട് പോകാൻ പറ്റാണ്. ടാച്ചുബാന അങ്ങനെ പോയി ഗോൾ അടിക്കാൻ പോകുമ്പോഴാണ് ഒറ്റോമ അതിലേ വരുന്നത്. ഒറ്റോമനെ കണ്ടപ്പോൾ ഒറ്റോമയ്ക്കായിരിക്കും ഇതിൽ കൂടുതൽ കപ്പാസിറ്റി എന്ന് വെച്ച് ഒറ്റോമയ്ക്കായിരുന്നല്ലോ ഗോൾ അടിക്കാൻ ആഗ്രഹം, അത് വെച്ച് ടാച്ചുബാന ഒറ്റോമയ്ക്ക് കൊടുക്കുകയാണ്. ഒറ്റോമ ഒരു സൂപ്പർ കിക്ക് കൊടുക്കുന്നുണ്ട്. അത് ഗോൾ പോസ്റ്റിലേക്ക് തെറിച്ച് വീഴാൻ നേരത്താണ് അക്കറ്റ്സു വന്ന് തടയുന്നത്. നിന്റെ അവസാനത്തെ ഗോളും ഞാനിടാൻ സമ്മതിക്കത്തില്ല, ഒരെണ്ണം പോലും ഞാനിവിടെ വീഴ്ത്തത്തില്ലെന്ന് പറയുമ്പോഴാണ് ഹീറോ ചാടി കയറി ഒരൊറ്റ കിക്ക് ഗോൾ പോസ്റ്റിൽ ടവേലും പറഞ്ഞ് അടിച്ച് വീഴുന്നതോടെ എല്ലാവരും നെറ്റാണ്. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു ഗോളായിരുന്നു അത്. എയറിൽ നിന്നുകൊണ്ട് കിക്ക് ചെയ്ത് ഗോൾ അടിച്ചു, സൂപ്പർ എന്നും പറഞ്ഞ് എല്ലാവരും ഇവിടെ കൊണ്ടാടുവാണ്. ആ ഒരു സമയത്ത് നക്കുൻ്റെ
ഒരൊറ്റ കിക്ക് ഗോൾ പോസ്റ്റിൽ ടവേന്നും പറഞ്ഞ് അടിച്ച് വീഴുന്നതോടെ എല്ലാവരും ഞെട്ടാണ്. അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു ഗോളായിരുന്നു അത്. എയറിൽ നിന്നുകൊണ്ട് കിക്ക് ചെയ്ത് ഗോൾ അടിച്ചു, സൂപ്പർ എന്നും പറഞ്ഞ് എല്ലാവരും ഓടി വരികയാണ്. ഇത് കണ്ട് ഹീറോയ്ക്ക് ഫാമിലിനെ ഓർമ്മ വരികയാണ്. അവൻ ചെയ്തു, അവസാനമായിട്ട് അവൻ അത് ചെയ്തു എന്നും പറഞ്ഞ് ഹീറോ എന്തിയാണ് ചെയ്തു എന്ന് വിളിക്കുകയാണ്. ആ ഒരു സമയത്ത് എല്ലാവരും കൊണ്ടാടാണ് നമ്മളുടെ ടീം. അപ്പുറത്തെ ടീമിൽ അക്കറ്റ്സുന്റെ അവസ്ഥയാണ്, അവന് നല്ല റിവെഞ്ച് ഉണ്ട് ഹീറോയുടെ അടുത്ത്. നമ്മുടെ ടട്സിയ ഫുക്കൂഡ പറയാണ് ഈ ഗെയിമിലെ റിയൽ ഗോൾ. കാരണം എപ്പോഴാണോ ഒരു ഫുട്ബോൾ പ്ലെയറുടെ കയ്യിൽ ബോൾ ഇല്ലാത്ത അപ്പോൾ അടിക്കുന്ന ഗോളാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗോൾ എന്ന് പറയാണ്. അതിന് കാരണം ഓരോ പ്ലെയേഴ്സും അവരുടെ മനസ്സിലുണ്ടാക്കുന്ന കണക്ക് കൂട്ടലുകളാണ്. ബോൾ എവിടെ വരും, അവിടെ ചെന്നാൽ ഗോൾ അടിക്കാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ഗസ് വർക്കിൽ പോയി അടിക്കുന്ന ഗോളാണ് സൂപ്പർബായിട്ട് അടിക്കാൻ പറ്റുന്നത് എന്നാണ് ടട്സി ഇവിടെ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് നമ്മളെ കാണിക്കുന്നത് ഹനേനെയാണ്. ഹന ഒരു ലെറ്ററും കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോയുടെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ഹീറോ ഇൻ്റർവ്യൂവിൽ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ നമ്മളുടെ ഡാറ്റയും അതുപോലെ തന്നെ നമ്മളുടെ ടട്സിയെയും വേറൊരു കോച്ചും കൂടെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളുടെ ടട്സിയെ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ഓപ്പോണൻസിനെ പറ്റിയിട്ട് അഭിപ്രായം എന്ന്. അവർ വളരെ സ്ട്രോങ് ആണ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരുപാട് വട്ടം ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിലും ഒരു വട്ടം പോലും തോറ്റു പോവുമോ, തോറ്റു കൊടുക്കണോ, എനിക്ക് കളിക്കാൻ പറ്റത്തില്ലേ, ക്വിറ്റ് ചെയ്യണം ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് ആലോചിച്ചു. അവരുടെ പ്ലാനിങ് അതുപോലെ തന്നെ എല്ലാം അവർ സൂപ്പറായിരുന്നു. എന്നാലും അവരെങ്ങനെയാണ് ആ ഒരു ഫോർമേഷൻ മാറ്റിയത്, അതെങ്ങനെ പറ്റും എന്ന് ഇവിടെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ടച്ചിയെ ചോദിക്കണ എന്നോട് ചോദിക്കുന്നു, ഇൻ്റർവ്യൂ നിനക്കോ എനിക്കോ? എന്തായാലും പറഞ്ഞുതരാം. ഞാൻ ഒരാഴ്ച മുന്നേ തന്നെ അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ സംഭവം. ആ കഴിഞ്ഞ ഒരാഴ്ച ഫുൾ അവർ അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു പ്രാക്ടീസ് എടുത്തത്, ട്രെയിനിങ് എടുത്തത്. അതിനുകൊണ്ടാണ് അവരുടെ ഫോർമേഷൻ അത്ര പെർഫെക്റ്റ് ആയത്. ഹീറോ ആലോചിക്കാൻ ഒരാഴ്ച കൊണ്ട് പുതിയൊരിതിലേക്ക് എത്ര കഴിവുള്ളവരാണ് അവരെന്ന്. അപ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ ടട്സിയോട് ഡാറ്റ പറയണം, ചോദിക്കുക അവനെങ്ങനെ ലാസ്റ്റ് ഗോൾ അടിച്ചതെന്ന് ചോദിക്കാൻ. അപ്പോഴത്തേക്കും ടട്സി പറയണം, നീ അങ്ങോട്ട് നിനക്ക് എന്നെ ചോദിച്ചിട്ട് നീ എന്തിനാ എൻ്റെ ഇനി ഇത് വേണോ, എന്തായാലും നീ പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, എങ്ങനെയാ മോനെ ലാസ്റ്റ് ഗോൾ അടിച്ചതെന്ന് ടട്സിയെ ചോദിക്കും. ഹീറോ പറയണേ, എനിക്ക് കൃത്യമായിട്ട് പറയാറില്ല, എന്നാലും താജ്ബാലയ്ക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസം, ഒട്ടോമയ്ക്ക് ഉണ്ടായിരുന്ന വാശി, ഗോൾ അടിക്കണമെന്ന വാശി, അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വെല്ലുവിളിയായിട്ട് നിന്നത് എന്തായിരുന്നു? അക്കറ്റ്സുവിൻ്റെ അൺപ്രഡിക്റ്റബിൾ മൂവ്സ്. അക്കറ്റ്സു ഭയങ്കരമായിട്ട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ സത്യത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് ബേർഡിനെ പോലെ ഫീൽഡ് കാണാൻ പറ്റി. ഞാൻ ഓരോ മൂവ്സ് ചെയ്യുമ്പോഴും അടുത്ത് ഇത് മിസ്സായാൽ എന്ത് ചെയ്യും എന്നായിരുന്നു ആലോചിച്ചതെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ഞെട്ടാണ്. ഞാൻ ഫീൽഡ് ഒരു ബേർഡിനെ പോലെ കണ്ടു എന്ന് പറയുമ്പോൾ ഞെട്ടാണ് എല്ലാവരും. അങ്ങനെയാണ് ഞാൻ ലാസ്റ്റ് ഗോൾ അടിച്ചത്. നിൻ്റെ മനസ്സിൽ ലാസ്റ്റ് നീ കണ്ടപ്പോൾ ആ ഒരു ഗോൾ അടിച്ചപ്പോൾ ആ ഒരു കോട്ട് കണ്ടപ്പോൾ നിനക്ക് എന്തായിരുന്നു മനസ്സിലെന്ന് ചോദിക്കുകയാണ്. എനിക്കെൻ്റെ ഫാമിലി ആയിരുന്നു മനസ്സിൽ. എൻ്റെ ഫാമിലി കഴിഞ്ഞ് എനിക്ക് മറ്റെന്തോ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അമ്മയായിരുന്നു എൻ്റെ മനസ്സിൽ, എൻ്റെ ബ്രദറായിരുന്നു എൻ്റെ മനസ്സിൽ, അവരുടെ സ്നേഹവും അവരുടെ എഫേർട്സും ആയിരുന്നു എൻ്റെ മനസ്സിൽ. മിസ്റ്റർ ഓൾഡ് മാൻ, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത് വളരെ വലിയ ഉപകാരമാണ്. നിങ്ങൾ എന്നെ ഇവിടെ സെലക്ട് ചെയ്തില്ലെങ്കിലും ഞാൻ വലിയ ആളാവും. നിങ്ങൾക്ക് നേരെ തന്നെ ഞാൻ വന്ന് നിൽക്കും. കാരണം ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ തോറ്റു പോകുമെന്ന് നമുക്ക് തോന്നിയാൽ അതൊരിക്കലും ഒരു തോറ്റു പോകുന്ന ഉറപ്പ് ഗ്യാരണ്ടി സാധനമല്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സെലക്ട് ആയേക്കാം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയേക്കാം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കത്തില്ല എന്ന് പറയാണ്. താങ്ക് യു ഓൾഡ് മാൻ എന്ന് പറഞ്ഞിട്ട് എന്തെയാണ് ഹീറോ ഇറങ്ങിപ്പോവാണ്. അവൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എല്ലാവരും അവനെ സെലക്ട് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മളുടെ ഹീറോ തിരിച്ച് നാട്ടിൽ വന്നിട്ടുണ്ട്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവൻ്റെ കൂടെ ഉണ്ട്. അവരുടെ കഫേയിൽ ഇരുന്ന് അവർ കഴിക്കുകയാണ്. ആ ഒരു സമയത്ത് അവൻ്റെ അമ്മ ഇവരുടെ സംസാരം കേൾക്കുകയാണ്. നീ മാത്രമാണ് ഗോൾ അടിച്ചത്, ചിലപ്പോൾ നീ സെലക്ട് ആവുമെന്ന്. അത് കേട്ടതും അമ്മ എന്തെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് പറയുകയാണ്, ഇവരിപ്പോൾ കഴിച്ചില്ലേ ഐസ്ക്രീം, അത് ഫ്രീ ആയിട്ട് കൊടുത്തേരെന്ന്. എന്നിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തേരെന്ന്. അപ്പോഴത്തേക്കും ഹീറോ ആലോചിക്കുന്നുണ്ട്, എന്നോട് മാത്രം ഒരു സ്നേഹമില്ല, എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന്. എന്നിട്ട് നമ്മളുടെ ഹീറോ പറയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും, റിസൾട്ട് എപ്പോൾ വരുമെന്ന് അറിയത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കുമാണ് ഹീറോയുടെ ഫ്രണ്ട് പറയുന്നത്, നിന്റെ പോക്കറ്റിൽ എന്തുവാന്ന്. ഹീറോ അതെടുത്ത് നോക്കിയിട്ട്, ഇത് ഓൾഡ് മാൻ്റെ സിസ്റ്റർ തന്നതാണ്. തന്നെ നിന്നെ കണ്ട് ഇംപ്രസ് ആയെന്ന് തോന്നുന്നു പറയാൻ ഫ്രണ്ട്സ് തുറന്നു നോക്കാൻ പറയുമ്പോൾ അതിൽ ഡയറ്റ് ചാർട്ടാണ്. ഡയറ്റ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എല്ലാ ദിവസത്തേക്കുള്ള അവൻ്റെ ഡയറ്റാണ്. അപ്പോഴത്തേക്കും അവൻ അത് വേണം ഫോളോ ചെയ്യാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുമെന്നും പറഞ്ഞാൽ താഴെ കൊടുത്തിട്ടുണ്ട്. അവളുടെ നമ്പറിൽ നീ വിളിച്ചു നോക്കും, ചിലപ്പോൾ റിസൾട്ട് അറിയാമായിരിക്കും എന്ന് അവരുടെ ഫ്രണ്ട്സ് പറയുമ്പോൾ ചേട്ടനും അത് പറയാണ്. അങ്ങനെ ചേട്ടൻ ഫോൺ കൊടുക്കുന്നത് വെച്ച് ഹീറോ വിളിക്കുന്നുണ്ട്. ഹലോ എന്ന് സംസാരിക്കുമ്പോഴാണ് അമ്മ വരുന്നത്. അപ്പോൾ അമ്മ വന്നൊരു ലെറ്റർ കൊടുക്കുകയാണ്. അതിനകത്ത് ഹീറോ സെലക്റ്റഡ് ആയിന്നുണ്ട്. അമ്മയോടത് പറയുമ്പോൾ അമ്മ ആണോ
കൊള്ളാം എന്ന് പറയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് ഭയങ്കര സന്തോഷത്തിൽ അവർ നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഹീറോയുടെ അമ്മ പറയാണ്, എനിക്ക് നീ എന്നെ വിട്ട് എങ്ങും പോകുന്നത് ഇഷ്ടമല്ല എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ഹീറോ ഞെട്ടാണ്. അവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ ഈ ഒരു നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.